അതിവിശാലമായ പസഫിക് സമുദ്രം, അതിന്റെ തെക്ക് ഭൂമധ്യരേഖയ്ക്ക് താഴെയായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപ്. ഏതാണ്ട് 800 വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു വഞ്ചിയിൽ പോളിനേഷ്യൻ ഗോത്രത്തലവനായ ഹോത്തു മതുവയും അദ്ദേഹത്തിന്റെ കുടുംബവും കൂട്ടുകാരും അനേക ദിവസങ്ങളിലെ യാത്രയ്ക്ക് ശേഷം ഈ ദ്വീപിൽ എത്തിച്ചേർന്നു. വിജനമെന്ന് ആദ്യം തോന്നിച്ചെങ്കിലും ആ ദ്വീപിൽ ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു. മറ്റു ദ്വീപുകളിലെ ഗോത്രത്തലവന്മാരിൽ നിന്നും യുദ്ധപരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ഹോത്തു മതുവയ്ക്ക് ഇനിയുള്ള കാലം കഴിഞ്ഞുകൂടുവാൻ ഈ ഒരു ദ്വീപ് മതിയാവുമെന്ന് തോന്നി. അങ്ങനെ അവർ ആ ദ്വീപിലുണ്ടായിരുന്ന ആളിന്റെ ഒപ്പം അവിടെ താമസിക്കുവാൻ തുടങ്ങി. കൃഷി ചെയ്യുവാനുള്ള ആയുധങ്ങളും വിത്തുകളും ശേഖരിച്ചുകൊണ്ടാണ് ഹോത്തു മതുവയും സംഘവും ഇവിടെ എത്തിച്ചേർന്നത്. അഗ്നിപർവ്വതത്തിന്റെ ചാരം കൊണ്ട് സമ്പുഷ്ടമായ ആ ദ്വീപിലെ മണ്ണില് അവർ പാകിയ വിത്തുകൾ തഴച്ചു വളർന്നു. വിത്തിനും വിളവിനുമൊപ്പം ഹോത്തു മതുവയും കൂട്ടരും ആ ദ്വീപിൽ വളർന്നു പെരുകി. അവർ പല കുടുംബങ്ങളായി, പല ഗ്രാമങ്ങളായി, അവസാനം പല ഗോത്രങ്ങളായി മാറുകയും ചെയ്തു. പസഫിക്കിൽ തികച്ചും ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ആ ദ്വീപിലേക്ക് പിന്നീട് നൂറ്റാണ്ടുകളോളം ആരും വന്നില്ല. അവസാനം 1722 ഡച്ചുകാര് ഈ ദ്വീപിൽ എത്തിച്ചേർന്നത്. ആ സമയം ഹോത്തു മതുവയുടെ പിൻതലമുറയിൽപ്പെട്ട 3000-ഓളം ആളുകൾ ഈ ദ്വീപിലുണ്ടായിരുന്നു. ഡച്ച് യാത്രികൻ യാക്കോബ് യോസഫൈൻ 1722 ഈസ്റ്റർ ഞായറാഴ്ചയാണ് ഈ ദ്വീപിൽ എത്തിച്ചേർന്നത്. അങ്ങനെ പസഫിക്കിലെ ആ ഒറ്റപ്പെട്ട ദ്വീപിനെ ആളുകൾ ഈസ്റ്റർ ഐലൻഡ് എന്ന് വിളിക്കുവാൻ തുടങ്ങി. തലയും ഉടലും മാത്രമുള്ള മൊവായി എന്നറിയപ്പെടുന്ന ആയിരക്കണക്കിന് ശില്പങ്ങൾ ഈ ദ്വീപിൽ നിർമ്മിച്ചത് ഹോത്തു മതുവയുടെ പിൻതലമുറയിൽപ്പെട്ട റപ്പാ നൂയി എന്ന ഗോത്രത്തിൽപ്പെട്ട ആളുകളാണ്.